സംസ്ഥാനത്തെ പരമ്പരാഗത രാഷ്ട്രീയ ശക്തികൾക്കെതിരെ ശക്തമായ സ്വരമുയർത്തിയിരിക്കുകയാണ് നരേന്ദ്രമോദി. കേരളത്തിലെ BJP പ്രവർത്തകരുമായി മേരാ ബൂത്ത് സബ്സെ മസ്ബൂത്ത് ഓഡിയോ ബ്രിഡ്ജിലൂടെ നടത്തിയ ആശയവിനിമയത്തിൽ കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റുകാരെയും നേരിട്ട് വെല്ലുവിളിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. വർഷങ്ങളായി അധികാരത്തിൽ തുടരുന്ന ഇവർ ജനങ്ങളുടെ വിശ്വാസം വഞ്ചിച്ചുവെന്ന ആരോപണത്തോടെ തുടങ്ങിയ മോദിയുടെ പ്രസംഗം ശബരിമല വിഷയത്തിലേക്ക് കടന്നപ്പോൾ കൂടുതൽ കടുപ്പമുള്ളതായി. ഭഗവാൻ അയ്യപ്പന്റെ ഭക്തരോട് കാണിച്ച സമീപനം കേരളം മറക്കരുതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ്. വിശ്വാസത്തെയും ആചാരങ്ങളെയും രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിച്ചെന്ന വിമർശനവും മോദി തുറന്നു പറഞ്ഞു. ഇതിന് പിന്നാലെ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിലേക്കാണ് മോദി വിരൽ ചൂണ്ടിയത്. കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റുകൾക്കും നിങ്ങൾ 75 വർഷം നൽകി, ഇനി വെറും 5 വർഷം BJPക്ക് നൽകി നോക്കൂ എന്ന വാക്കുകളിലൂടെ അദ്ദേഹം മാറ്റത്തിനുള്ള ആഹ്വാനം ശക്തമാക്കി. ഇതൊരു സർക്കാർ മാറ്റം മാത്രമല്ല, ഒരു പുതിയ വ്യവസ്ഥിതിയിലേക്കുള്ള നീക്കമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിൽ BJP NDA മുന്നണിക്ക് അനുകൂലമായ തരംഗം ഉയർന്നു വരുന്നുവെന്ന വിലയിരുത്തലും അദ്ദേഹം പങ്കുവച്ചു. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികൾ കേരളത്തിൽ ശരിയായി നടപ്പാക്കാൻ സാധിക്കാത്തതിന്റെ കാരണം LDF UDF മുന്നണികളാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സൗജന്യ റേഷൻ മുതൽ വീട് നിർമ്മാണം വരെ നിരവധി പദ്ധതികൾ രാഷ്ട്രീയ തടസ്സങ്ങൾ മൂലം ജനങ്ങളിൽ എത്തുന്നില്ലെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. അതേസമയം യുവജനങ്ങളുടെ പ്രശ്നങ്ങളും മോദി എടുത്തു പറഞ്ഞു. തൊഴിലവസരങ്ങളുടെ അഭാവം കാരണം കേരളത്തിലെ യുവാക്കൾ നാട് വിട്ടു പോകേണ്ടി വരുന്ന അവസ്ഥ സൃഷ്ടിച്ചത് ഈ 2 മുന്നണികളാണെന്നും ടൂറിസം, IT സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയ മേഖലകളിൽ പുതിയ സാധ്യതകൾ തുറക്കാൻ BJPക്ക് കഴിയുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. പ്രസംഗത്തിന്റെ അവസാന ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിലേക്കാണ് മോദി കടന്നത്. ഓരോ ബൂത്തിലും ശക്തമായ പ്രവർത്തനം ഉറപ്പാക്കണമെന്ന് പ്രവർത്തകരോട് നിർദ്ദേശം നൽകി. ഏപ്രിൽ 9-നകം ഓരോ കുടുംബത്തെയും കുറഞ്ഞത് 3 തവണ സന്ദർശിച്ച് BJPയുടെ സന്ദേശം നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്റെ ബൂത്ത് ഏറ്റവും ശക്തമായ ബൂത്ത് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് അദ്ദേഹം പ്രവർത്തകരെ പ്രചോദിപ്പിച്ചത്. കേരളത്തിലെ 4 ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്ത ഈ ഓഡിയോ ബ്രിഡ്ജ് പരിപാടി സാധാരണ ഒരു രാഷ്ട്രീയ സംവാദം മാത്രമായിരുന്നില്ല, മറിച്ച് LDF UDF രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്ത് വികസനവും ഉത്തരവാദിത്തവും മുൻനിർത്തുന്ന പുതിയൊരു രാഷ്ട്രീയ ദിശയിലേക്ക് കേരളത്തെ നയിക്കാനുള്ള BJPയുടെ ശ്രമത്തിന്റെ വ്യക്തമായ പ്രഖ്യാപനമായി മാറുകയായിരുന്നു.